ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ വന്നിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ സെൽഫ് മോട്ടർ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. അതേപോലെ പെട്രോൾ ടാപ്പ്, കാർബറേറ്റർ ക്ലീനിങ്, കിക്കർ അസംബ്ലി, കിക്കർ റാച്ചറ്റ് വീല് ഇതടക്കമൊക്കെ മാറ്റി തൽക്കാലം റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷേ വണ്ടി പഴക്കമുണ്ട്, നല്ല രീതിയിൽ പഴക്കമുണ്ട്. അതിനകത്ത് പ്രോബ്ലംസ് ഇനിയിപ്പോൾ നമുക്ക് വരാൻ നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്ന് എൻജിൻ കംപ്രഷൻ ലീക്ക് ഉണ്ട്, ക്രാങ്ക് ഔട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കും. വണ്ടി ഓഫായി കഴിഞ്ഞാൽ സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കും. സ്ലോ സ്പീഡിൽ നിൽക്കാത്ത കംപ്ലയിൻറ്റ് കാണിക്കും. അത് എല്ലാം ആ എഞ്ചിനുമായി ബന്ധപ്പെട്ട വന്ന പ്രോബ്ലമാണ്. ക്രാങ്ക് ഔട്ട് ഉള്ളത് കൊണ്ട് തന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും സെൽഫിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ആ സൈഡ് ഓയിൽ ലീക്ക് വരാനും സാധ്യതയുണ്ട്. പിന്നെ ബാറ്ററിയുമായി ബന്ധപ്പെട്ടൊരു കേസ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജ് ചില സമയങ്ങളിൽ വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. അതായത് ഒരല്പം ചില സമയങ്ങളിൽ 14.5 വന്നുണ്ട്, ചില സമയം 13 താഴേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്റ്റേബിളായിട്ട് ആ കംപ്ലയിൻറ്റ്സ് കറക്റ്റായിട്ട് ബാറ്ററിയിലേക്ക് പ്രോപ്പറായിട്ട് ചാർജ് കിട്ടാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ അതുകൊണ്ട് വന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ റെക്ടിഫയർ മാറ്റി നമ്മൾ നോക്കി, റെക്ടിഫയർ മാറ്റിയിട്ടും സെയിം പ്രോബ്ലം തന്നെ കാണിക്കണേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ കോയിൽ അസംബ്ലി ഉണ്ട്, അതിൻ്റെ കംപ്ലയിൻറ്റ്. അത് രണ്ടും കൂടി മാറ്റിയാലാണ് ഒരു വർഷം അത് കറക്റ്റായി കിട്ടുള്ളൂ. അത് മാറ്റി വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതെല്ലാം നമുക്ക് നല്ല എക്സ്പെൻസ് വന്ന വർക്കുകളാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ഏകദേശം 14,000 രൂപ നമ്മൾ മുടക്കിയിട്ടുണ്ട്. അതായത് സെൽഫ് മോട്ടർ 1800 വരും. പിന്നെ പെട്രോൾ ടാപ്പ് 400 സംതിങ് വരുന്നുണ്ട്. കാർബറേറ്റർ ക്ലീനിങ്, പൈപ്പ്, കിക്കർ, റാച്ചറ്റ് വീൽ ഇതെല്ലാം കൂടി വരുമ്പോൾ ഏകദേശം 14,000 രൂപ നമ്മളിപ്പോൾ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ട് വരും. കാരണം എന്താ വെച്ചാൽ 4,000 രൂപ മുടക്കിയിട്ട് വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് എന്നുള്ളത്. പക്ഷേ നമ്മുടെ അവസ്ഥ കൂടി മനസ്സിലാക്കാം. ഓൾറെഡി ഇന്ന കംപ്ലയിൻറ്റുകളുണ്ട്. ഈ മോഡലിലേക്ക് നമ്മൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ ഭാഗം റെഡിയാവും. പക്ഷേ വീണ്ടും അടുത്ത പ്രോബ്ലംസ് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ കംപ്ലയിൻസുകൾ നമുക്ക് വരാനായിട്ട് നിൽക്കുകയാണ്. മാറ്റി എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. മാറ്റി എക്സ്ചേഞ്ച് പിടിക്കാനായിട്ട് നോക്കാം. അതല്ലെങ്കിൽ കുറച്ചും കൂടി ഓടി കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഫുൾ കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പുതിയതായിട്ട് റീസെറ്റ് ആക്കി എടുക്കുക. അങ്ങനെയാണ് നമുക്കൊരു പരിഹാരമാർഗ്ഗം ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറ്റും, നല്ല എമൗണ്ട് വരും, ആ പൈസ നമുക്ക് ലോസിലേക്ക് പോകും കേട്ടോ. ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മെയിനായിട്ട് എഞ്ചിൻ്റെ ഭാഗത്താണ് പ്രോബ്ലം വരാനായിട്ട് കൂടുതൽ സാധ്യത നിൽക്കാം. കംപ്രഷൻ ഓൾറെഡി ലീക്കേജ് ഉണ്ട്. അതായത് കിക്കറൊക്കെ പിടിക്കാണ്ട് പോകും ചില സമയങ്ങളിൽ. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞ് ഓഫായി കഴിഞ്ഞാൽ സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കുക. അങ്ങനത്തെ പല പ്രോബ്ലംസും അതുമായി ബന്ധപ്പെട്ട് വരും. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വരും. അത് ഈ പറഞ്ഞ പോലെ കോയിൽ അസംബ്ലിയുടെ കംപ്ലയിൻ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് 2 ആഴ്ചക്കുള്ളിൽ തന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്ത് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ബാറ്ററി പുതിയ ബാറ്ററി ഇരിക്കണേ 2024 ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഇല്ല. ഓക്കെ.